ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് നമ്മളുടെ ബെഡൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്യലും അതുപോലെ നമ്മൾ ഇന്നലെ നൈറ്റിൽ പുറത്ത് പോയിരുന്നു കേട്ടോ. അതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞു വ്ളോഗിങ് വീഡിയോ ആണ് കേട്ടോ. നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് ഒരു ഡേ വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് ടൈം അതിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ട് തന്നെ ആയിരിക്കണം. എന്നാലേ നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് ആ ഒരു ഡേ അയക്കണമെന്ന് നമുക്ക് തോന്നുള്ളൂ. അപ്പോൾ എനിക്ക് പ്രൊഡക്റ്റീവായിട്ട് മെയിനായിട്ട് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കാര്യം ഓർഗനൈസിങ് തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനിന്നൊരു ബെഡ് ഓർഗനൈസിങ് വീഡിയോ ആണ് നിങ്ങളടുത്ത് ഷെയർ ചെയ്യണത്. അപ്പോൾ ഞാൻ വീക്കിൽ എന്തായാലും ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്യാറുണ്ട്. 4 days കഴിഞ്ഞാൽ തന്നെ ചേഞ്ച് ചെയ്യും, അല്ലെങ്കിൽ വീക്കിൽ എന്തായാലും ചേഞ്ച് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ബെഡ്ഷീറ്റ് എല്ലാം ചേഞ്ച് ആക്കിയിട്ട് ഞാനിതാ വൈറ്റ് കളറിലുള്ളൊരു ഫിറ്റഡ് ഷീറ്റായിട്ടോ അവിടെ വിരിച്ചിട്ടുള്ളത്. ഈ ഒരു ബെഡ്ഷീറ്റ് ഞാൻ നാട്ടിൽ പോയ ടൈമിൽ മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്തായിരുന്നു കേട്ടോ. ഇതിന് 300 സംതിങ് എന്തായിരുന്നു, 330 ആ ഒരു എമൗണ്ടിലൊക്കെ ആയിരുന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു എമൗണ്ടിൽ എന്തായാലും വേർത്താട്ടോ. ഇതുവരെ ഒരു കംപ്ലൈൻറ്റ് വന്നിട്ടില്ല. 6 month ആയി ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്തുകൊണ്ടിരിക്കണ, ഒരു കുഴപ്പമില്ല കേട്ടോ. അതുപോലെ തന്നെ നമ്മളുടെ കംഫേർട്ടിൻ്റെ ദുവറ്റ് കവർ വാങ്ങിയിട്ടുള്ളത് നമ്മൾ ടെൻട്രിയോളിൽ നിന്നാട്ടാ. അതുപോലെ ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ടുള്ളത് 100% കോട്ടൺ തന്നെയാണ്. നമ്മൾ ഇപ്പോൾ കുറച്ചായല്ല യൂസ് ചെയ്യണത്, അതുകൊണ്ട് തന്നെ ഒരു കംപ്ലൈൻറ്റും ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. നമ്മളെ വീട്ടിൽ മോപ്പിങ് അതുപോലെ ബ്രഷിങ് ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിലും കുട്ടികളുള്ള വീട്ടിലൊക്കെ ആണെങ്കിൽ ടോയ്സ് എല്ലാം അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തൊക്കെ, ബെഡിലാണെങ്കിലും സോഫയിലാണെങ്കിലും അതൊക്കെ അവിടെ ഇവിടെ കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കലും പിന്നെ ബെഡൊക്കെ ഒന്ന് വിരിച്ചിട്ടാൽ തന്നെ ഒരുവിധം പണികളെല്ലാം ഒതുങ്ങിക്കണമെന്നുള്ള ഫീലിംഗ് നമുക്ക് തോന്നും. ഇതിപ്പോൾ നമ്മൾ ഒറ്റക്കാണെങ്കിലും അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു കൂട്ടുകുടുംബത്തിലാണ് നിൽക്കുന്നതാണെങ്കിലും നമ്മളുടെ ഒരു ബെഡ്റൂം സ്പേസ് ഉണ്ടല്ലോ, അതൊന്ന് ജസ്റ്റ് ഒന്ന് ഒതുക്കി വെച്ചാൽ തന്നെ നമുക്ക് ഒരുവിധം പണികളൊക്കെ ഒന്ന് ഒതുങ്ങിക്കണം എന്നുള്ള ഫീലിംഗ് നമുക്ക് എന്തായാലും വരും കേട്ടോ. പിന്നെ ഈ വൈറ്റ് കളറുള്ള ഷീറ്റൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ കുഞ്ഞു റൂമൊക്കെ ആണെങ്കിൽ കുറച്ച് വൈഡായിട്ട് തോന്നിക്കൂട്ടോ. അപ്പോൾ ബെഡ്ഷീറ്റ്സ് എല്ലാം നമ്മൾ എടുക്കുകയാണെങ്കിൽ വൈറ്റ് കളർ അല്ലെങ്കിൽ പേസ്റ്റൽ കളേഴ്സ് അങ്ങനത്തെ ഒക്കെ എടുക്കുക. മാക്സിമം ഡാർക്ക് കളേഴ്സ് സ്കിപ്പ് ചെയ്യുക കേട്ടോ. അതാവുമ്പോൾ റൂം കുറച്ച് വൈഡായി തോന്നിക്കാനും പിന്നെ നല്ല പോസിറ്റിവിറ്റി ഒക്കെ തോന്നിക്കാനൊക്കെ നല്ലതാട്ടോ. ഓരോ കംഫേർട്ടിൻ്റെ കവറും അതിൻ്റെ ക്ലോസ് ചെയ്യുന്ന ഭാഗം ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ. ചിലത് സിബായിരിക്കും, ചിലത് ഇങ്ങനെ നോർമലായിട്ടുള്ള കയറായിരിക്കും. എൻ്റെ കയ്യിലുള്ളത് ഇതുപോലുള്ള ബട്ടണിങ് ആട്ടോ വരുന്നത്. ജസ്റ്റ് ഒന്ന് ഉള്ളിലേക്ക് ബട്ടൺ ചെയ്ത് കൊടുത്താൽ തന്നെ ലോക്കായി അവിടെ കിടക്കും കേട്ടോ. അപ്പോൾ അത് നമ്മളെ കംഫർട്ടർ ഇതിലേക്ക് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ഈ കംഫർട്ടിൻ്റെ കവേഴ്സ് എല്ലാം വാഷ് ചെയ്യാറുള്ളത് വാഷിംഗ് മെഷീൻ തന്നെയാണ് കേട്ടോ. പിന്നെ ആ വാഷ് ചെയ്യുമ്പോൾ ലിക്വിഡ് ഞാൻ യൂസ് ചെയ്ത ടൈമിൽ ഇതുപോലെ ബ്ലൂ അതുപോലെ പിങ്ക് ആ കളറിലൊക്കെ ഉള്ള ലിക്വിഡ്സ് യൂസ് ചെയ്യുമ്പോൾ ആ ഒരു കളറ് അതിൽ വീഴുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു സംഭവം സ്കിപ്പ് ചെയ്തിട്ട് വാഷിംഗ് പൗഡർ യൂസ് ചെയ്ത് നോക്കി. അപ്പോൾ അതെല്ലാം മാറി കിട്ടിയിട്ടോ. എനിക്ക് ബെറ്ററായി തോന്നിയിട്ടുള്ളത് വാഷിംഗ് പൗഡറാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മളുടെ കംഫർട്ടറൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബെഡൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് കൊട്ടി കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് നമ്മളുടെ കംഫർട്ടർ വിരിച്ചിടുക. അതിന് ശേഷം നമ്മൾ പില്ലോ വെച്ചിട്ട് ബെഡൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കുക കേട്ടോ. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലെ പണികളൊക്കെ പെട്ടെന്ന് തീർന്നതായി തോന്നിട്ടാ. അപ്പോൾ എല്ലാവരും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ചെയ്തിടുക, എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇപ്പോൾ കിച്ചണിൻ്റെ ഇടയിൽ നമുക്ക് നിൽക്കാൻ ടൈമില്ലെങ്കിൽ കിട്ടുന്ന ടൈം എപ്പോഴാണോ ആ ഒരു ടൈമിൽ നമ്മൾ ബെഡിങ് വന്ന് സെറ്റ് ചെയ്തിട്ട് പോവുക. എന്നിട്ട് ബാക്കിയുള്ള ജോലിയൊക്കെ ഒന്ന് ചെയ്തെടുക്കുക. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് പണികളൊക്കെ പെട്ടെന്ന് കഴിഞ്ഞ പോലെ തോന്നിട്ടാ.
ഇപ്പോൾ നമ്മളുടെ റൂമിലോ ഹാളിലോ എവിടെയാണെങ്കിലും സൺലൈറ്റ് വരുന്ന ഒരു പ്ലേസ് ഉണ്ടാവില്ല. അവിടെയൊക്കെ ആണെങ്കിൽ കർട്ടൻസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ജസ്റ്റ് നീക്കിയിടുക, അല്ലെങ്കിൽ വിൻഡോസൊക്കെ ജസ്റ്റ് ഒന്ന് തുറന്നിടുക. കുറച്ച് സൂര്യപ്രകാശമൊക്കെ ഒന്ന് ഉള്ളിലേക്ക് കയറി അപ്പോൾ തന്നെ നല്ലൊരു പോസിറ്റിവിറ്റി കിട്ടും കേട്ടോ. ചില ടൈമിൽ ടെൻറ്റ് റോൾ സെയിൽസിൻ്റെ ടൈമിങ് ഉണ്ടാവില്ലുണ്ടല്ലോ, ആ ടൈമിങ്ങിലൊക്കെ നമ്മൾ ഈ ഒരു ദുവറ്റിൻ്റെ കവർ നല്ല ഓഫറിൽ കാണാറുണ്ട്. അപ്പോൾ ആ ടൈമിൽ നല്ല കൂപ്പൺ കോഡൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല കിടിലൻ ഓഫറിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോൻ്റെ ആദ്യത്തിൽ പറഞ്ഞിരുന്നല്ലോ, ഇന്നലത്തെ വീഡിയോയും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നൈറ്റിൽ പുറത്ത് പോയപ്പോൾ. അപ്പോൾ ആ ഒരു വീഡിയോ ആട്ടോ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഇപ്പോൾ സൂക്കിലിപ്പോൾ പ്രോഗ്രാം നടക്കുന്നതുകൊണ്ട് തന്നെ അവിടെ കുഞ്ഞു കുഞ്ഞു ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. കുഞ്ഞു ലൈറ്റെല്ലാം വെച്ചിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം.